നബി തങ്ങൾ വഫാത്തായി പോയി. ആ വഫാത്തായി പോയ നബി തങ്ങളെ കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപോക്കിക്കുക. പൈസ ഒന്നും തരണ്ടല്ലോ, ഒന്ന് കൈപോക്കട. അരക്കയ്യന്മാരും ഉണ്ടോ പഠിച്ചവനവിടെ? അള്ളാഹുവെ, ആരൊക്കെ ഇവിടെ ഇരുന്ന് കൈപൊക്കിയോ ഇവർക്ക് മുഴുവനും നീ കാണാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഏത് നന്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിന് പകരം നീ കാണാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ആ കൈ പൊക്കാത്തവനെ ഒന്നുകൂടെ കൈപൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും, മൊബൈല് തലയിൽ വീഴാതിരുന്നാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഉസ്താദെ, നിങ്ങൾ പറയുന്നു ഖുർആൻ കേട്ടാ നന്നാകും. ഞാൻ എന്തേ നന്നാകാത്തെ? എടാ, ഓരോരുത്തരും ഇപ്പം ഇമാ ഉമ്മച്ചി അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ഉമ്മാനെ കുറ്റം പറയണവരില്ലേ? ഈ മക്കാമി കിടക്കണ മഹാന്മാരെ കുറ്റം പറയുന്നവരില്ലേ? പരിഹസിക്കുന്നവരില്ലേ? മുണ്ടും മടക്കി കുത്തി കിടക്കുന്നവരില്ലേ? ഇവനൊക്കെ പറയണൊക്കെ വിചാരിക്കും പഠിച്ചനെ ഇവനും മരിക്കണമെന്ന് പേടിയൊന്നുമില്ല അല്ലാതെ. ചില ആൾക്കാർ അങ്ങനാടോ. എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എത്ര വലിയ ഉപദേശം കേട്ടിട്ട് നന്നാകണില്ല. എടാ, ഉസ്താദ് വിളിച്ചു മരണവും കബറും നരകവും പറഞ്ഞ ഓൻ ചിരിച്ചോണ്ട് കിടക്ക. എന്ത് കബറ്, എന്ത് മരണം? അതൊക്കെ നിങ്ങൾ ചുമ്മാ പറയണല്ലേ എന്നാ പറയണേ. ഉസ്താദന്മാര് കബറും നരകമൊക്കെ പറയുമ്പോ എന്തൊരു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ല. ഈ പള്ളികളിലും മദ്രസകളിലൊക്കെ ഉസ്താദന്മാര് മയക്കുമരുന്നിനും കള്ളിനെതിരെയൊക്കെ പ്രസംഗിക്കും. മദ്രസകളിൽ ക്യാമ്പ് നടത്തും. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനേക്കാളും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയാം? കള്ളും കഞ്ചാവും ഒന്നും അല്ലടോ. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? ഇന്നത്തെ കുട്ടികൾക്ക് മരണവും ഖബറും ഒന്നും വിശ്വാസം ഇല്ലടോ. മരണവും ഖബറും നരകം വിശ്വാസമുണ്ടോ? സ്വർഗം വിശ്വാസമുണ്ടോ? ഇല്ലടോ. താടിയും തഴമ്പുള്ള വാപ്പ നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. നബിതങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് രാത്രി മോനെ പിടിച്ച് അടുത്തിരുത്തി അല്ലെങ്കിൽ മോളെ പിടിച്ച് അടുത്തിരുത്തി എന്നിട്ട് പറഞ്ഞു, മോളെ, ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോണമെന്നാ. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ഇന്നഫിൽ ജന്നത്തിലെ ഷജറ. നബിതങ്ങൾ പറയുക, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരാൾ സഞ്ചരിക്കുക. ഒരു മരത്തിന്റെ ചുവട്ടിൽ കൂടെ ഒരു കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയാ. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ ഒന്നുമല്ല, 50 കൊല്ലമല്ല, 100 കൊല്ലം ഒരു മനുഷ്യൻ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ പറ്റാത്ത വലുപ്പമുള്ള മരം സ്വർഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കൊല്ലമല്ല, ഒരു 100 കൊല്ലം ഒരു മനുഷ്യൻ വാഹനപ്പുറത്ത് സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിൽ ചെന്നിട്ട് മോനോട് പറഞ്ഞ ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. ഇവിടെ പ്രസിഡന്റ് ആവട്ടെ, ആരും ആകട്ടെ, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ നമ്മുടെ മക്കള് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. എന്തൊരു തെള്ളലാ വാപ്പ, എന്തൊരു തെള്ളലായത്. ഇങ്ങനെയുണ്ടോ? 100 കൊല്ലം സഞ്ചരിച്ചാൽ എന്താ വാപ്പ ഇത് പറയണേ? ഉമ്മമാര് വീട്ടിൽ ചെന്നിട്ട് കട്ടൻ ചായ വെച്ചപ്പോ മോൾ ഓടി വന്ന് തൊട്ടത് കൈപൊള്ളി, കൈവരിച്ചു. ഉമ്മ ഉടനെ പറയാ, മോളെ, ഇതൊന്നും ഒന്നുമല്ല, നരകത്തിലെ തീയുടെ 70 അംശമുള്ളൂ. അവളൊരു പോക്കും പോവും, പിന്നെ പുല്ലും കാണില്ല, ഒന്നും കാണില്ല, ഒറ്റ പോക്കില്. വിശ്വാസമില്ലേ ഗാദി? ഇവിടെ ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസമില്ല. ഇതൊക്കെ ചുമ്മാതാന്നാ പറയണേ. അതൊക്കെ അവിടെ പോകുമ്പോ കാണാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതൊക്കെ നമുക്ക് അവിടെ പോകുമ്പോ കാണാം. എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തതിന്റെ കാരണം ഖുർആൻ തന്നെ പറയുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ഖുർആനിനെ പരിഗണിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. ഷാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് ടിഎംടി ബാർ ശക്തവും വഴങ്ങുന്നതും. ടിഎംടി ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിച്ചില്ലെങ്കിൽ, അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, മോനെ, അല്ല തരുന്ന ശിക്ഷയാടാ പറയുന്നത്. വാപ്പാനെ തല്ലുന്ന മക്കള്, ഉമ്മാനെ കൊല്ലുന്ന മക്കള്, കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കള്, കൂടപ്പിറപ്പുകളെ തല്ലിക്കൊല്ലുന്ന മക്കള്, പടച്ചവനെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന മക്കളുടെ കാല് പിടിച്ചിട്ട് ഉമ്മ കരയുകയാ. കരുണയില്ലാതെ പോകുന്നല്ലോ. ഉസ്താദേ, എന്റെ മോനെന്തു പറ്റി? ഉസ്താദേ, എന്റെ മോൾക്കെന്തു പറ്റി? ഇവളിങ്ങനെ ആയിരുന്നില്ലല്ലോ. ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് 60
60 വയസ്സായി, നന്നാകുന്നില്ലല്ലോ. ഉമ്മ നാവെടുത്ത ശപിക്കുകയാ, പ്രാവുകയാ, ചീത്ത പറയുകയാ. എന്തേ ഉസ്താദേ എന്റെ ഉമ്മച്ചി നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം അല്ലാഹ് പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ല വാപ്പാ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കലാമിനെ കളിയാക്കുന്നവന്, പരിഹസിക്കുന്നവന്, നിസാരമാക്കുന്നവന്, നിന്ദനാക്കുന്നവന്, പരിഗണിക്കാത്തവന് ഒരിക്കലും നീ നന്നാകില്ലടാ. ഒരു കാലത്തും നീ നന്നാകില്ലടാ. ആരൊക്കെ നന്നാക്കാൻ നോക്കിയാലും നീ നന്നാകൂല. നിന്റെ ഹൃദയത്തിൽ ഈമാൻ കേറൂല. നിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കിതാബ് പഠിച്ച ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങൾ നോക്കടോ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കടോ. അല്ലാഹ് പറയുകയാണ്, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈമാനിന്റെ വെളിച്ചം കേറൂല. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല വാപ്പാ. നീ പൊട്ടിക്കരഞ്ഞാൽ, നെഞ്ചു പൊട്ടിക്കരഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മക്കള് കേൾക്കൂല. കാരണമെന്ത്? വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിന്റെ ചെവി അല്ലാഹ് അടച്ചടാ ചെറുപ്പക്കാരാ. പ്രായമായിട്ടും നന്നാകാത്ത വാപ്പാ, ഇനി എങ്കിലും നീ മനസ്സിലാക്ക്, നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പെങ്ങളെ, നിന്റെ ഉമ്മാടെ ഹൃദയം അല്ലാഹ് സീലി വെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനാ തുറക്കുക? ആ അടച്ചു വെച്ചിരിക്കുന്ന ചെവിയ്, ആ സീലടിച്ചിരിക്കുന്ന ഹൃദയം അല്ലാഹ് സീലി വെച്ചത് ആരാ തുറക്കുന്നത്? ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അതുകൊണ്ട് അല്ലാഹ് എഴുതി തെള്ളും മക്കള്, അല്ലാഹ് എഴുതി തെള്ളും മക്കള്. പിറ്റേവരെ നന്നാക്കാൻ ഈ ലോകത്ത് ഒരു മഖ്ലൂക്കിനും കഴിയില്ല. അങ്ങനെയുള്ളവന്മാരാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവരാണ് കളിയാക്കുന്നത്, അവരാണ് പരിഹസിക്കുന്നത്. അവന് പേടിയില്ലടോ, അവന് മരണചിന്തയില്ലടോ. അവനെ എത്ര ഉപദേശിച്ചാലും അവൻ നന്നാകില്ലടോ. ഭീമാ ഉമ്മാടെ മുമ്പിലും മുണ്ട് മടക്കി കുത്തി നടക്കുന്നവനാ, ചീത്ത വിളിക്കുന്നവനാ, വൃത്തികേടുകൾ പറയുന്നവനാ. അവന് പേടിയില്ലടോ, അവന് പേടിയില്ലടോ. അവരാണ് പരിഹസിക്കുന്നത്, അവരാണ് കളിയാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ നന്നായിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. പ്രായമാകണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട. മക്കളെ, നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണ് മരിച്ചു പോകുന്ന കാലമാ. അതുകൊണ്ട് ഓരോ ഉറൂസുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ജീവിതത്തിൽ മാറ്റം വരണ്. 8 ദിവസമായി ഉസ്താദന്മാരുടെ വഴുത് കേൾക്കുന്നവരാ. ഇനിയും നാളെ പടച്ചവനെ നൗഷാദ് ബാക്കവി ഉസ്താദ്, പിന്നെ പടച്ചവനെ നിങ്ങളുടെ ഖതീബ് കുമ്മനം നിസാമുദ്ദീൻ അസ്സരി ഉസ്താദ് വഴുതുകൾ കേട്ടിട്ട് കാര്യമില്ല മക്കള്. ജീവിതത്തിൽ മാറ്റം വരണ്, ജീവിതത്തിൽ മാറ്റം വരണ്. അല്ലാതെ 2 മണിക്കൂർ നിൽക്കുന്ന വഴുത് കേട്ടിട്ട് ഇറങ്ങി പോകുമ്പോ കളിയും തമാശയും പറഞ്ഞു പോയാ പിന്നെ ഇതുകൊണ്ട് എന്ത് നേട്ടമാടോ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വഴുതു പറയുന്ന ഞാൻ എന്റെ വീടെത്തുമെന്നുറപ്പില്ല, നിങ്ങളെ നേരം വെളുപ്പിക്കുമെന്നുറപ്പില്ല. നമ്മളിൽ ആരാണ് ആദ്യം പോകുന്നതെന്നറിയില്ല. കഴിഞ്ഞ ഉറൂസിനുണ്ടായിരുന്ന പലരും എന്ന പള്ളിപ്പറമ്പിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നാ
നന്നായിക്കോ, അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് നന്നായിക്കോ. ഒരു നല്ല അവസരം അല്ലാഹു തരികയാണ്, ഒരു നല്ല ചാൻസ് അല്ലാഹു തരികയാ. പാഴാക്കി കളയല്ലേ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് പറയുകയാ. പലരും പറയാറുണ്ട്, ഉസ്താദ് ഞാൻ തൗബ ചെയ്യാറുണ്ട് ഉസ്താദ്, ഞാൻ ദുആ ചെയ്യാറുണ്ട് ഉസ്താദ്. വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം, ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം. പറയുന്നത് ഒരു വാക്കാണോ, ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമടോ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയൊന്നും വേണ്ട. ഇത് മതിയടാ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കാൻ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും എല്ലാ വൃത്തികേടുകൾ ചെയ്തതും പൊറുക്കണമെങ്കിൽ ഒരു അസ്തഗ്ഫിറുല്ലാ മതി മോനെ. പറയേണ്ടത് പോലെ പറയണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടത് പോലെ പറഞ്ഞാൽ വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടത് പോലെ പറയണം, അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടത് പോലെ പറയണം. ഒറ്റ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ മതി, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരും ചെറുപ്പക്കാരാ. പ്രതീക്ഷ കൈവിടണ്ടടാ മോനെ, നിരാശ വേണ്ടടാ, നിരാശ വേണ്ട പെങ്ങള്. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിരാശ വേണ്ട. തൗബ ചെയ്യാൻ തയ്യാറാകൂ, അല്ലാഹുവിന്റെ മുമ്പിൽ പറയാ തയ്യാറാകൂ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള ഒരു സ്വഹാബിയാണ് സഅലബത്ത് ബിൻ അൻസാ. സഅലബ റളിയല്ലാഹു തആല അൻഹു, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സഅലബാനെ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് സഅലബ. ഒരിക്കൽ ഇങ്ങനെ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാ. എന്റെ ചെറുപ്പക്കാരോട്, പാപം ജീവിതത്തിൽ ചെയ്തവരോട്, തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവരോട്, തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചരിത്രം പറയാ. സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്. ഒരു പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിക്കുകയാ. സഅലബ അവിടെ നിൽക്കുകയാണ്. ആ പെണ്ണ് കുളിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ്. സാധാരണ നോട്ടമല്ല, ആ പെണ്ണ് കുളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാ. പടച്ചവനെ, ഒരുപാട് സമയമായി ആ പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് രസിച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ സഅലബത്ത് ബിൻ ഇബ്രാഹിം ചിന്തിക്കുന്നു, അല്ലാ, ഞാൻ ചെയ്തത് പാപമാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചല്ലോ അല്ലാ, ഒരു അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ. ഇനി എങ്ങനാ ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ പോകുന്നത്? ഈ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുമായി ഞാൻ വിധങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ പോകുന്നത്? അള്ളാന്റെ റസൂലിനെ എങ്ങനെ കാണാനാ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് ഇനി ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മരുഭൂമിയിലൂടെ ഓടുകയാണ്. മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരയുന്നു. ഹസറത്ത് ദുനിയാ വല്ലാഹിറ. കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എടാ, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല. പിന്നെ സഅലബയെ ആരും കണ്ടിട്ടില്ല മക്കള്. 40 ദിവസം കഴിഞ്ഞപ്പോ, 40 ദിവസമായി സഅലബാനെ ആരും കണ്ടിട്ടില്ല. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ,
അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട അങ്ങയുടെ അനുചരൻ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ. സഅലബയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ. ഒന്ന് പറഞ്ഞേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ വന്ന് പറയണമെങ്കിൽ, അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്രത്തോളം അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ടുണ്ടാകും പെങ്ങള്. നബി തങ്ങളെ സുബഹിക്ക് പള്ളിയിൽ വന്നു, നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങളെ ചോദിക്കുന്നു, എവിടെ സഅലബ, എവിടെ? കാണുന്നില്ല നബിയേ, കാണുന്നില്ല നബിയേ. മാസങ്ങളായി, ഒരുപാട് ആഴ്ചകളായിട്ട് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ഉമറേ. ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാനിൽ ഫാരിസിയെ വിളിക്കുകയാ. രണ്ടുപേരോടും പറഞ്ഞു, സഅലബാനെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം, എവിടെയുണ്ടെങ്കിലും സഅലബ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. രണ്ടുപേരും ഇറങ്ങി പോവുകയാണ്. സുബഹി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നാട് മുഴുവനും തിരയുകയാണ്, സഅലബയെ കാണാനില്ല. പടച്ചവനെ അവസാനം ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ നടക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ, ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅലബയെ കണ്ടോ? ആടുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ, എവിടെയെങ്കിലും നിങ്ങൾ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? ആട്ടിടയൻ പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ ആടിന് വെള്ളമെടുക്കാൻ പോയപ്പോ മുടിയൊക്കെ ജട പിടിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഭ്രാന്തനെ പോലെ മണ്ണ് വാരിയിട്ട് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഉമറേ, നിങ്ങൾ തിരയുന്ന മനുഷ്യൻ ആ ചെറുപ്പക്കാരനായിരിക്കാം. പറഞ്ഞ അടയാളം വെച്ച് സൽമാനിതങ്ങളും ഉമർതങ്ങളും കടന്നു ചെന്നു. അല്ലാഹുവേ, വൈകുന്നേര സമയമായപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാ. മുടിയൊക്കെ ജട പിടിച്ച് എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ തിളച്ചു കിടക്കുന്ന മണ്ണിൽ വന്ന് കിടന്ന് ഉരുളുകയാണ്. മണ്ണുവാരി ശരീരത്തിടുകയാണ്. അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ റബ്ബേ. മരിച്ചാ മതിയായിരുന്നു റബ്ബേ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഭ്രാന്തനെ പോലെ നിലവിളിക്കുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, സഅലബാ. മുത്തുനബി വിളിക്കുന്നു, സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല. ഞാൻ പാപിയാ, ഞാൻ പാപിയാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ. മുത്തുനബിയുടെ മുമ്പിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, മുത്തുനബി നിന്നെ വിളിക്കുന്നു, സഅലബാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. സഅലബ പറഞ്ഞു, ഞാൻ വരൂല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപൊക്കോ ഉമറേ, അല്ലാതെ ഞാൻ വരൂല. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും നിൽക്കുകയാണ്. അതാ സഅലബയ്ക്ക് മനസ്സിലായി കൊണ്ടുപോകുമെന്ന്. അവസാനം അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. സഅലബ പറഞ്ഞു, ഉമറേ, നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ, നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ സമ്മതിക്കുകയാണ്. അല്ലാഹുവേ, അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. എല്ലാവരും പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സഫ് കെട്ടി. മുത്തുനബി ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാ. ഒന്നുപെടുത്തിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്തേതാ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ
المخابر كلا سوف تعلمون ثم كلا سوف تعلمون ഈ ആയത്തങ്ങ് കേട്ടപ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ ഈ ആയത്തങ്ങ് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അല്ലാഹുവേ അവിടുന്ന് ഓതിയ ആയത്ത് കേട്ടപ്പോ സഅലബ തളർന്ന് താഴെ വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്ത് അബ്ദുറഹ്മാനിന്റെ ചാരത്ത് വന്നു. കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്തൊരു കോലമാണ് സഅലബ! എവിടെയായിരുന്നു സഅലബ? എവിടെയായിരുന്നു സഅലബ? നബി തങ്ങളൊന്നും ചോദിച്ചില്ലടോ. മുത്തുനബി പറഞ്ഞു, അല്ലാഹുവിന്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു സഅലബ. സൽമാനെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ നബി തങ്ങൾ പറയുകയാണ്. മുത്തുനബി സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. റബ്ബേ 8 ദിവസം കഴിഞ്ഞ് ചെറുപ്പക്കാരാ, 8 ദിവസം കഴിഞ്ഞപ്പോ അതാ സൽമാൻ തങ്ങൾ ഓടി വരികയാ. യാ റസൂലല്ലാഹ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. ഉറങ്ങാറില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കരച്ചലാണ് നബിയേ. വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒന്ന് വരണേ നബിയേ, ഒന്ന് വരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലും സൽമാൻ തങ്ങളും സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. റബ്ബേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നബി തങ്ങൾ ചെന്നടോ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ചാരത്ത് മുത്തുനബി ഇരുന്നു. എന്നിട്ട് ആ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ മടിയിലേക്ക് വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട മടിയിലേക്ക് സഅലബയുടെ തല വെക്കുമ്പോ സഅലബ തല വലിക്കുകയാ. അവിടുന്ന് തല വലിച്ചിട്ട് താഴെയിടുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ? സഅലബ, എന്റെ മടിയിലെ തല വെച്ചത് നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഞാനൊന്ന് വരാ, ഞാനും നടുത്തിരിക്കാ, ഞാൻ അവരുടെ ശരീരത്തിലൊന്ന് തൊടാറ്. ഏത് മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ. എന്റെ മടിയിലേക്ക് നിന്റെ തല വെച്ചപ്പോ എന്തേ വലിച്ച് താഴെയിടുന്നത്? എന്തേ തലവടിച്ച് താഴെയിടുന്നത്? നിനക്കിഷ്ടമായില്ലേ സഅലബ? യാ റസൂലല്ലാഹ്, ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമല്ലേ നബിയേ? എത്ര വലിയ ഭാഗ്യവാൻ നബിയേ, എത്ര വലിയ ഭാഗ്യവാൻ നബിയേ. പക്ഷേ എന്റെ തല അങ്ങയുടെ മടി